പാണ്ഡവസേനയെ തകർത്തിരിക്കും എന്നായിരുന്നു ഭീഷ്മർ 8-ാം ദിവസം രാത്രി ദുര്യോധനന് കൊടുത്ത വാക്ക്. ആ വാക്ക് പാലിക്കുവാനായി പാണ്ഡവരുടെ മൃത്യുവായിട്ടായിരുന്നു ഭീഷ്മർ 9-ാം ദിവസം യുദ്ധഭൂമിയിലേക്ക് വന്നത്. ദുര്യോധനൻ ഭീഷ്മരെ സംരക്ഷിക്കുവാനായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു. ദുശാസനനെ അതിന് പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തി തൻ്റെ സഹോദരന്മാരെ തന്നെ അതിന് ഏൽപ്പിക്കുകയും ചെയ്തു. സംഭവബഹുലമായ 9-ാം ദിവസത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ എന്തെല്ലാം അരങ്ങേറി നമുക്ക് നോക്കാം കുരുക്ഷേത്രമെന്ന ഈ സീരീസിൻ്റെ 13-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഒൻപതാം ദിവസത്തിലെ ഈ ഒരു പോരാട്ടം ഉണ്ടല്ലോ, ഞാൻ കുറച്ച് സ്പീഡാക്കും കേട്ടോ. മെയിനായിട്ടുള്ള പോരാട്ടങ്ങളൊന്നും മിസ് ഔട്ട് ചെയ്യത്തില്ല, എന്നാലും കുറച്ചൊന്ന് സ്പീഡാക്കും. അതുപോലെ തന്നെ അടുത്ത ദിവസം 10-ാം ദിവസത്തിലെ പോരാട്ടം, അത് 2 പാർട്ടായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ തന്നെ ഭീഷ്മരുടെ പതനം ഉണ്ടാവും. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പ്രാധാന്യമുള്ള ഒരു സെക്കൻഡ് ഹാഫ് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ 9-ാം ദിവസം എന്തെല്ലാം അരങ്ങേറിയെന്ന് നോക്കാം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എല്ലായ്പ്പോഴും പോലെ പോരാട്ടത്തിന് സജ്ജമായി പരസ്പര വൈരത്തോടുകൂടി പാണ്ഡവരും കൗരവരും അവരുടെ നിശ്ചിത സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അന്നത്തെ അന്തരീക്ഷം എല്ലാ ദിവസത്തേതും പോലെ അല്ലായിരുന്നു. എന്തൊക്കെയോ വൻ വിപത്തുകൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കാൻ പോകുന്ന എല്ലാവിധ ദുർനിമിത്തങ്ങളും ഉണ്ടായിരുന്നു. സൂര്യൻ ഉദിച്ചിരുന്നുവെങ്കിൽ പോലും സൂര്യൻ മങ്ങി നിൽക്കുകയായിരുന്നു. ചുവന്ന നിറത്തിലെ കാർമേഘം കൊണ്ട് മൂടിയിരിക്കുന്നു. ഭയങ്കര കാറ്റും അവിടെ കഴുകന്മാർ പറക്കുന്നുണ്ട്. പെട്ടെന്ന് ശംഖുനാദം കേൾക്കുന്നത് പോലെ ചെന്നായ്ക്കൾ ഓരിയിടാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ ഇരുവശങ്ങളിലുമായി ചെന്നായ്ക്കൾ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന്. വേറെ എന്തൊക്കെയോ സത്വങ്ങളുടെ അലർച്ചയും കേൾക്കുന്നുണ്ടായിരുന്നു. ഭൂമി ചെറുതായിട്ട് പ്രകമ്പനം കൊള്ളുന്നത് പോലെ. ഇതെല്ലാം ഉണ്ടാകാൻ പോകുന്ന വൻ വിപത്തിനെ സൂചിപ്പിക്കുന്ന ദുർനിമിത്തങ്ങളായിരുന്നു. ഇവയെല്ലാം പാർത്ഥൻ്റെ സാരഥിയായ വാസുദേവൻ ശ്രീകൃഷ്ണൻ ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു. കാരണം എല്ലാം അറിയുന്നവനാണല്ലോ അദ്ദേഹം. എന്നാൽ ആ സമയത്ത് പാണ്ഡവസേന ശിഖണ്ഡിയെ പോരാട്ടത്തിന് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. രണ്ടിലൊന്ന് തീരുമാനിക്കണം പെട്ടെന്ന് തന്നെ. ഭീഷ്മർ വീണില്ല എങ്കിൽ കൗരവർക്ക് പതനമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ശിഖണ്ഡിയെ സംരക്ഷിക്കുവാനായി മുന്നിൽ നിൽക്കുന്നതോ സാക്ഷാൽ ഗാന്ധീവധാരി സബ്യസാചി ധനഞ്ജയൻ അർജുനൻ. അങ്ങനെ ശംഖുനാദങ്ങൾ മുഴങ്ങി പോരാട്ടത്തിന് തയ്യാറായി ഈ സൈന്യം മുന്നോട്ടേക്ക് ചലിച്ചു തുടങ്ങി. എന്നാൽ അവിടെ നിന്ന് കൗരവപക്ഷത്തൊരു ഭയങ്കരമായിട്ടുള്ള പൊടിപടലങ്ങൾ. ആ പൊടിപടലങ്ങളിൽ വജ്രം തിളങ്ങുന്നത് പോലെ ഒരു തിളക്കം. അർജുനൻ്റെ കണ്ണിലൂടെയാണ് നമ്മളിതെല്ലാം നമ്മുടെ അകക്കണ്ണിൽ കാണാൻ ശ്രമിക്കുന്നത്. അർജുനൻ നോക്കിക്കാണുന്നു ആ തിളക്കം എന്താണെന്ന്. ഭീഷ്മരുടെ സ്വർണം കൊണ്ട് അലങ്കരിച്ച ഉരുക്ക് പടച്ചട്ടയായിരുന്നു അത്. അവർക്ക് മനസ്സിലായി ഭീഷ്മർ എന്തിനേയും അവസാനിപ്പിക്കാനായിട്ടുള്ള വരവാണ് വരുന്നതെന്ന്. ഭീഷ്മർ ഒറ്റയ്ക്കല്ല, ഭീഷ്മരെ സംരക്ഷിക്കുവാനായിട്ടൊരു വലിയ ടീം തന്നെ അവിടെയുണ്ട്. ഒരു സ്ക്വയർ ആകൃതിയിലായിരുന്നു അന്ന് അവരുടെ വ്യൂഹം. സർവതോഭദ്രം എന്ന കൗരവരുടെ വ്യൂഹം കണ്ടുടനെ പാണ്ഡവർ അതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള വ്യൂഹം ചമച്ചു. അങ്ങനെ പാണ്ഡവസേനയും കൗരവസേനയും നേർക്കുനേർ വന്നുകൊണ്ടിരിക്കുകയാണ്. കൗരവസേനയുടെ പടത്തലയ്ക്കൽ നിൽക്കുന്നത് മഹാമയനായ ഭീഷ്മ പിതാമഹൻ. പാണ്ഡവസേനയുടെ പടത്തലയ്ക്കൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് മഹാബാഹുവായ ഭൃഗോദരൻ ഭീമസേനൻ. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നു. 2 വ്യൂഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. 2 സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ സമയങ്ങളിൽ ആകാശത്ത് കാക്കകളുടെയും അതുപോലെ തന്നെ കഴുകന്മാരുടെയും എണ്ണം കൂടുന്നു. ചെന്നായ്ക്കളുടെ ഓരിയിടലൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നു. അങ്ങനെ ഭയാനകമായ ആ പോരാട്ടം അരങ്ങേറുന്ന ആ സമയത്ത് പാണ്ഡവരുടെ പക്ഷത്തു നിന്ന് ഒരു രഥം വലിയ ചോദ്യവും പറച്ചിലൊന്നും ഇല്ലാതെ പാഞ്ഞു കയറി കൗരവരുടെ ഒരു സൈഡിലേക്ക് ഇട്ടിച്ചങ്ങ് കയറുകയാണ്. കൗരവപക്ഷത്തിൽ ആ ഭാഗത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടും ബഹളവും എല്ലാം കേൾക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ഒരു രഥം കൗരവപക്ഷത്തിൻ്റെ സേനയുടെ ഭാഗത്തേക്ക് ഇടിച്ചു കയറി ഇങ്ങനെ കറങ്ങുകയാണ്. കറങ്ങുന്നതിനനുസരിച്ച് ആ രഥത്തിൽ നിന്ന് അസ്ത്രങ്ങൾ ഇങ്ങനെ പറന്നു പോകുന്നു. ആ അസ്ത്രങ്ങൾ ശരവർഷം പോലെ കൗരവപക്ഷത്തിലുള്ള സൈന്യത്തിന് മുകളിൽ വീഴുന്നു. അങ്ങനെ ആ രഥത്തിൽ നിന്ന് ഒരാൾ ഗർജിക്കുന്ന ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു യോദ്ധാവിൻ്റെ പ്രകടനം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് കൗരവപക്ഷത്തിലെ ഒരു സെക്ഷൻ യോദ്ധാക്കൾ ഓടുകയാണ്. ആ സൈന്യത്തിൻ്റെ ഒരു ഭാഗം ഓടിയപ്പോഴത്തേക്കും അവിടെയുള്ള മുൻനിര യോദ്ധാക്കളും കൂടെയുള്ളവരും എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് അർജുനൻ്റെ പുത്രനായ മഹാരഥൻ അഭിമന്യുവായിരുന്നു. അഭിമന്യുവിൻ്റെ ആ ഒരു പ്രകടനത്തിൽ കൗരവ സൈന്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ ചിന്നിച്ചിതറി ഓടി. എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് തന്നെ അഭിമന്യു അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കയറി അവിടെ ആക്രമണം തുടങ്ങുന്നു.
അഭിമന്യുവിൻ്റെ ആ ഒരു പ്രകടനം എങ്ങനെയെന്ന് വെച്ചാൽ ദ്രോണർക്കും അശ്വത്ഥാമാവിനും അതുപോലെ തന്നെ ജയദ്രഥനും ബൃഹദ്ബലനുമെല്ലാം ദേഷ്യം വന്നു. ആ രീതിക്കായിരുന്നു അഭിമന്യു പോരാടിക്കൊണ്ടിരുന്നത്. അഭിമന്യുവിൻ്റെ വില്ലെന്ന് പറയുമ്പോഴത്തേക്കും വില്ലിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് സ്വർണ്ണ നിറം കൊണ്ടുള്ള അലങ്കാരമുണ്ടായിരുന്നു. അഭിമന്യുവിൻ്റെ ഈ രഥം ഇങ്ങനെ ചുറ്റി ചുറ്റി ശരവർഷം ചെയ്ത് എല്ലാവരെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സൂര്യൻ്റെ വെളിച്ചം, നേരിയ വെളിച്ചം വരുന്ന ഭാഗത്തേക്ക് അഭിമന്യു തൻ്റെ വില്ല് വെച്ച് ഇങ്ങനെ വില്ല് കുലച്ചങ്ങ് നിന്നു. അസ്ത്രം വെച്ച് വില്ലിങ്ങനെ കുലച്ച് നിന്ന സമയത്ത് വില്ലൊരു സർക്കിളിൻ്റെ രീതിക്കായി സൂര്യൻ്റെ വെളിച്ചത്തിൽ അഭിമന്യുവിൻ്റെ വില്ലിലുണ്ടായിരുന്ന സ്വർണ്ണ ഭാഗവും അതുപോലെ ഞാനും തിളങ്ങി. അത് സൂര്യന് ചുറ്റും ഒരു വട്ടമുണ്ടല്ലോ, സുവർണ്ണ വട്ടം, ആ വട്ടം അഭിമന്യുവിൻ്റെ കയ്യിൽ നിൽക്കുന്നത് പോലെ അവിടെയുള്ളവർക്ക് തോന്നി. അത്രത്തോളം പ്രകടനം. എന്നാൽ അഭിമന്യുവിൻ്റെ ഈ പ്രകടനം കണ്ടുടനെ തന്നെ ദുര്യോധനൻ കഴിഞ്ഞ ദിവസം അർജുനൻ്റെ മറ്റൊരു പുത്രൻ ഇതുപോലൊരു പ്രകടനം കാണിച്ചപ്പോഴത്തേക്ക് ഒരാളെ വിട്ടല്ലോ. ആരാണ്? ഇരവാനെ വീഴ്ത്താൻ അലംബുഷനെ വിട്ടല്ലോ. അതുപോലെ ഇപ്രാവശ്യവും ദുര്യോധനൻ അലംബുഷനെ വിളിച്ചിട്ട് പറഞ്ഞു, അർജുനൻ്റെ മകൻ അതായത് അഭിമന്യു അവൻ മറ്റൊരു അർജുനനെ പോലെ യുദ്ധഭൂമിയിൽ കിടന്ന് ഓരോന്ന് കാണിക്കുന്നതാണോ, ഒന്നിനെ താങ്ങാൻ പറ്റുന്നില്ല, അവനെ കൂടെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ പെട്ടെന്ന് ചെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യൂ, അവനെ ഉന്മൂലനം ചെയ്യൂ എന്ന് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് ആകാശം പൊട്ടുന്ന രീതിക്ക് ദേഷ്യം വന്നിട്ട് അലംബുഷൻ ഗർജിച്ചു. അലംബുഷൻ്റെ ആ ഒരു അലർച്ച കേട്ടിട്ട് പാണ്ഡവ സൈന്യത്തിന് ഒരു ഇടിവ് സംഭവിച്ചു. പേടിച്ചൊന്നും പരിഗണി നോക്കത്തില്ലേ. അലംബുഷൻ എന്നിട്ട് തൻ്റെ രഥത്തിൽ കയറി പാണ്ഡവ പക്ഷത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇടിച്ചു കയറി അഭിമന്യുവിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അഭിമന്യു അലംബുഷൻ വരുന്നത് കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നുള്ള രീതിക്ക് നിന്നു. ഈ സമയത്ത് അലംബുഷൻ പാണ്ഡവ സേനയെ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടുനിന്ന സമയത്ത് ഒരസ്ത്രം അലംബുഷൻ്റെ ദേഹത്ത് നിന്ന് തറച്ചു. അതാരെന്ന് നോക്കാനായിട്ട് അലംബുഷൻ തിരിഞ്ഞപ്പോൾ കാണുന്നത് 5 പാണ്ഡവന്മാരവിടെ നിൽക്കുന്നത് പോലെ തോന്നി. പക്ഷേ പാണ്ഡവരല്ലായിരുന്നു, അത് ഉപപാണ്ഡവരായിരുന്നു, ദ്രൗപദീപുത്രന്മാരായിരുന്നു. ദ്രൗപദീപുത്രന്മാർ 5 പേര് അവിടെ നിന്നുകൊണ്ട് അലംബുഷനെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ അലംബുഷൻ അവർക്ക് നേരെ ഓരോ ആളുകൾക്ക് നേരെയും പ്രഹരങ്ങൾ നടത്തിയ സമയത്ത് പ്രതിവിന്ധ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ്രൗപദിയിൽ യുധിഷ്ഠിരനുണ്ടായ പുത്രൻ, ആ പ്രതിവിന്ധ്യൻ്റെ വില്ലിൽ നിന്ന് ഒരു ശരം നേരെ അലംബുഷൻ്റെ ദേഹത്തേക്ക് താച്ചു. പ്രതിവിന്ധ്യൻ ഒന്നിനു പിന്നാലെ ഒന്നായി അസ്ത്രങ്ങൾ കൊണ്ട് അലംബുഷനെ പ്രഹരിച്ചു. ഉപപാണ്ഡവർ 5 പേരും വീണ്ടും നിർത്താതെ അലംബുഷനെ പ്രഹരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ പ്രഹരങ്ങൾ അലംബുഷനെ നല്ലതുപോലെ മുറിവേൽപ്പിച്ചു. അതിൻ്റെ ആ ഒരു എഫക്റ്റിൽ കുറച്ച് നേരത്തേക്ക് അലംബുഷൻ്റെ ബോധം പോയി. എന്നാൽ ബോധം വന്ന് അലംബുഷൻ എണീച്ചപ്പോൾ തന്നെ ഈ ആക്രമിച്ച് ദേഹത്ത് മുഴുവനും ഇങ്ങനെ മുറിവ് കണ്ടപ്പോഴത്തേക്കും ദേഷ്യം വന്ന് അലംബുഷൻ ഒന്നുകൂടെ ഗർജിച്ചു. ഈ ഗർജനത്തിൽ അലംബുഷൻ നേരത്തെ എത്ര സൈസിലുണ്ടായിരുന്നോ അതിൻ്റെ ഡബിൾ ഇരട്ടി സൈസിലായി. അത് വലിപ്പം കൂട്ടി അലംബുഷൻ. എന്നിട്ട് ഉപപാണ്ഡവരെ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. ആ ആക്രമണത്തിൽ തുടങ്ങി ഉപപാണ്ഡവർക്കത് പ്രശ്നമാകും, അതുപോലെ തന്നെ പാണ്ഡവ സേനയ്ക്കും അത് പ്രശ്നമാകുമെന്ന് മനസ്സിലായ ഉടനെ തന്നെ അലംബുഷനെ മറ്റൊരാൾ ആക്രമിച്ചു. ആരായിരുന്നു? ആരെ ലക്ഷ്യം വെച്ചാണോ അലംബുഷൻ ആദ്യം വന്നത്, ആ യോദ്ധാവ് തന്നെ അർജുനപുത്രനായ മഹാരഥി അഭിമന്യുവും അലംബുഷനുമിടയിൽ അതിഭയാനകമായിട്ടുള്ള ഒരു പോരാട്ടം പിന്നീട് അരങ്ങേറി. എങ്ങനത്തെ പോരാട്ടമായിരുന്നെന്നറിയോ? ഒരാളെന്ന് പറയുമ്പോൾ മായാപ്രയോഗത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ. ആരാണ്? അലംബുഷൻ. മറ്റൊരാളെന്ന് പറയുമ്പോൾ ദിവ്യാസ്ത്രജ്ഞാനത്തിൽ ടോപ്പായിട്ടുള്ള ഒരാൾ. ആരാണ്? അഭിമന്യുവിന് ഒരുപാട് ദിവ്യാസ്ത്രജ്ഞാനം ഉണ്ടല്ലോ. അങ്ങനെ ദിവ്യാസ്ത്രജ്ഞാനമുള്ള അഭിമന്യുവും മായാപ്രയോഗത്തിൽ എക്സ്പേർട്ടുമായിട്ടുള്ള അലംബുഷനും തമ്മിൽ ഏറ്റുമുട്ടി. ആ പോരാട്ടമെന്ന് പറയുമ്പോഴത്തേക്കും സാമാന്യമായിട്ടുള്ളൊരു പോരാട്ടമല്ലായിരുന്നു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഴ്ത്തണമെന്നുള്ള രീതിക്ക് തന്നെ പോരാടിക്കൊണ്ടിരുന്നു. അലംബുഷനെ കൂടുതൽ സംസാരിക്കാനോ ഡയലോഗ് അടിക്കാനോ ഒന്നും നിൽക്കാതെ അഭിമന്യു നെഞ്ചിലേക്ക് 3 അസ്ത്രങ്ങൾ അയച്ചു. അതിനുശേഷം വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. ദേഷ്യം വന്ന അലംബുഷൻ അഭിമന്യുവിൻ്റെ നെഞ്ചിൽ ലക്ഷ്യമാക്കി 9 അസ്ത്രങ്ങൾ അയച്ചു. അത് അഭിമന്യുവിൻ്റെ ചട്ടയിലൊക്കെ തറച്ചിരുന്നു. ചിലത് ഉള്ളിലോട്ട് കയറിപ്പോയി. അഭിമന്യു ഏകദേശം 8 അസ്ത്രങ്ങൾ, 9 എണ്ണം എന്തോ അലംബുഷന് നേരെ വലിച്ചങ്ങ് വിട്ടു. ആ അസ്ത്രങ്ങൾ അലംബുഷൻ്റെ ദേഹത്ത് കയറിയെന്ന് മാത്രമല്ല ആന്തരിക അവയവങ്ങളെ തുളച്ചു. അങ്ങനെ കയറിപ്പോയപ്പോഴത്തേക്കും അലംബുഷൻ്റെ കാലൊക്കെ കുഴയാൻ തുടങ്ങി. അങ്ങനെ അലംബുഷന് ഭയങ്കരമായിട്ട് ക്ഷീണമായി. എന്നാൽ പെട്ടെന്നാണ് യുദ്ധഭൂമിയിൽ അഭിമന്യുവിനെ അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു സംഭവം ഇറങ്ങേറുന്നത്. അഭിമന്യുവിൻ്റെ രഥത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്താൽ ഭൂമി മുഴുവനും കറുത്ത നിറത്തിലങ്ങ് ഇരുണ്ടു. അഭിമന്യു ചുറ്റിനും നോക്കുമ്പോൾ നിലം കാണാൻ പറ്റുന്നില്ല. ഭൂമി മുഴുവനും കറുപ്പ്. ചുറ്റിനും നോക്കിയപ്പോൾ ചുറ്റിലും കുറ്റാക്കൂരിരുട്ട്. ഇരുട്ട് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് അഭിമന്യു മാത്രം നിൽക്കുന്നു. അവിടെ എവിടെ നിന്നൊക്കെയോ ഒച്ചയും ബഹളവും എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്ങോട്ടേക്ക് അസ്ത്രം അയക്കും? സ്വന്തം പക്ഷത്തിലുള്ള ആളുകളിലേക്കാണ് അസ്ത്രം അയക്കുന്നതെങ്കിലോ? അഭിമന്യുവിന് മനസ്സിലായി. അലംബുഷൻ മായാപ്രയോഗം തുടങ്ങി. അങ്ങനെ കുറ്റാക്കൂരിരുട്ട് മാത്രം നിൽക്കുന്ന ആ ഒരു ആംബിയൻസിൽ അഭിമന്യുവിൻ്റെ രഥം മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അങ്ങനെ അഭിമന്യു പെട്ടെന്ന് തന്നെ കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല.
തൻ്റെ വില്ലെടുത്തു, വില്ലിലേക്കൊരു അസ്ത്രം വെച്ചു. അസ്ത്രം വെച്ചിട്ട് മന്ത്രജപം തുടങ്ങി. മന്ത്രം ജപിച്ചുകൊണ്ട് അഭിമന്യു തൻ്റെ വില്ലിൻ്റെ ഞാണ് പുറക്കോട്ട് വലിക്കുന്നതിനനുസരിച്ച് ഈ അസ്ത്രവും അഭിമന്യുവിൻ്റെ വില്ലും സ്വർണ്ണ നിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. ഈ അസ്ത്രത്തിൻ്റെ അഗ്രഭാഗത്തിലായിട്ട് സൂര്യൻ്റെ തേജസ് ഇങ്ങനെ തിളച്ച് ജ്വലിച്ചു കൊണ്ടിരുന്നു. ആ അസ്ത്രം ഭാസ്കരാസ്ത്രമായിരുന്നു. ഭാസ്കരാസ്ത്രം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ തേജസ്സുള്ള അസ്ത്രം. പെട്ടെന്ന് തന്നെ അഭിമന്യുവിൻ്റെ വില്ലിൽ നിന്ന് ഒരു വെളിച്ചം ആ ഇരുട്ടിലേക്ക് പോകുന്നു. ഇരുട്ട് വഴി പോയിട്ടൊരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തേജസ് ഉണ്ടായി. അതെങ്ങനെയെന്ന് വെച്ചാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അഭിമന്യു ഒരു സൂര്യനെ വരുത്തിയതുപോലെ ഒരു തേജസ്. ഭാസ്കരാസ്ത്രത്തിൽ നിന്ന് വമിക്കുന്ന ആ ഒരു തേജസ്സിൽ അലംബുഷൻ്റെ ഇരുട്ട് മുഴുവനും അങ്ങ് പോയി. മായ മുഴുവനും നശിച്ചു. തൻ്റെ മായാപ്രയോഗം അഭിമന്യു ഇങ്ങനൊരു ദിവ്യാസ്ത്ര പ്രയോഗം ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞതിൽ ദേഷ്യം വന്ന അലംബുഷൻ എന്ത് ചെയ്തെന്നറിയോ? എണ്ണമറ്റ അസ്ത്രങ്ങൾ അഭിമന്യുവിന് നേരെ അയച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള എല്ലാവിധ ആയുധങ്ങളും അഭിമന്യുവിന് നേരെ പ്രയോഗിച്ചു. അഭിമന്യു എന്ന് പറയുമ്പോഴത്തേക്കും അസ്ത്രവിദ്യയിൽ മാത്രമല്ല, തൻ്റെ അച്ഛനെപ്പോലെ എല്ലാവിധ ആയുധങ്ങളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അലംബുഷൻ ഏതൊക്കെ ആയുധങ്ങൾ കൊണ്ട് അഭിമന്യുവിനെ പ്രഹരിച്ചു അതിനെ എല്ലാത്തിനെയും അഭിമന്യു ചെറുത്തു തന്നെ നിന്നു. അങ്ങനെ അഭിമന്യുവിൻ്റെ ആ ഒരു പ്രകടനം കണ്ടിട്ടും ആ ഒരു ദിവ്യാസ്ത്ര പ്രയോഗം കണ്ടിട്ടും അലംബുഷൻ പേടിച്ചിട്ട് രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടി. ദുര്യോധനൻ നോക്കിയിട്ട് ആബേസ് എന്നൊരു നിപ്പ്. എന്നിട്ട് അഭിമന്യുവിന് ദേഷ്യം വന്ന് അഭിമന്യു അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചു. ഈ സമയത്താണ് കൗരവപക്ഷത്തിൻ്റെ സർവ്വസൈന്യാധിപൻ കൗരവപക്ഷത്തിൻ്റെ ഒരു ഭാഗത്തുള്ള സൈനികരെല്ലാവരും ഇങ്ങനെ ഓടിപ്പോകുന്നത് കേട്ടത്. അദ്ദേഹത്തിന് മനസ്സിലായി ആ നിൽക്കുന്നത് അർജുനപുത്രനായ അഭിമന്യുവാണെന്ന്. ഉടനെ തന്നെ ഭീഷ്മർ തൻ്റെ രഥത്തിൽ അങ്ങോട്ടേക്ക് പോയി. ഭീഷ്മർ മാത്രമല്ല, ഭീഷ്മരുടെ രഥം സംരക്ഷിക്കുവാനായി നിന്ന ധൃതരാഷ്ട്രപുത്രന്മാരും ഭീഷ്മരുടെ കൂടെ പോയി. എന്നിട്ട് അഭിമന്യുവിനെ അവിടെ തടഞ്ഞു. എന്നിട്ട് ബാക്കി ഭീഷ്മരുടെ രഥം സംരക്ഷിക്കുവാനായി നിർത്തിയിരുന്ന ദുശാസനൻ ഉൾപ്പെടുന്ന ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും കൂടെ അഭിമന്യുവിൻ്റെ രഥത്തിനെ ചുറ്റിനും അങ്ങ് വളഞ്ഞു. വട്ടത്തിന് വളഞ്ഞു നിൽക്കുന്ന ലക്ഷണമൊത്ത ക്ഷത്രിയരുടെ രഥങ്ങൾ. ആ രഥങ്ങളുടെ നടുക്ക് അഭിമന്യു തൻ്റെ വില്ലും ഉയർത്തിപ്പിടിച്ച് തെല്ലും ഭയക്കാതെ നിൽക്കുന്നു. ആ കൂട്ടത്തിൽ ഭീഷ്മ പിതാമഹനുണ്ടെന്നറിഞ്ഞിട്ട് പോലും അഭിമന്യു ഭയന്നില്ല. അങ്ങനെ അഭിമന്യുവെ ചുറ്റിലും നിൽക്കുന്ന ഈ രഥങ്ങളിൽ നിന്ന് എണ്ണമറ്റ അസ്ത്രങ്ങൾ അഭിമന്യുവിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് അഭിമന്യുവിനെ ആക്രമിച്ചു. അഭിമന്യു അവിടെ പറ്റുന്നത് പോലെയൊക്കെ പിടിച്ചു നിന്നു. ആ അസ്ത്രങ്ങളെയൊക്കെ മുറിച്ചിടാൻ ശ്രമിച്ചു. എന്നാൽ ആ സമയത്ത് കൗരവപക്ഷത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കുന്ന ഒരു പൊട്ടിത്തെറി കേൾക്കുന്നു. അങ്ങോട്ടേക്ക് ഇവരെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അവിടെ നിന്ന് രഥങ്ങൾ തകർന്നു മാറുന്നു. കുതിരപ്പടയാളികൾ ഇങ്ങനെ പേടിച്ചോടുന്നു. അവിടെ നിന്ന് ഒരു രഥം ഇങ്ങനെ വരികയാണ്. ആ രഥം ഇങ്ങനെ വന്നപ്പോൾ ഇവരാദ്യം തന്നെ കണ്ടത് തിളങ്ങുന്ന കിരീടത്തിൽ അലങ്കരിച്ച് വെച്ചേക്കുന്ന മയിൽപീലിയായിരുന്നു. ആ രഥത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും പതുക്കെ ആ ഒരു കിരീടത്തിന് താഴോട്ടുള്ള മുഖവും തെളിഞ്ഞു വന്നു. നെറ്റിയിൽ ഊർധ്വമണ്ഡലം ധരിച്ചിരിക്കുന്ന ചുരുൾമുടികളുള്ള നീല തേജസ് പോലത്തെ ആ കാർമുകിൽ വർണ്ണനായ ശ്രീകൃഷ്ണൻ, അദ്ദേഹം തെളിക്കുന്ന പാർത്ഥൻ്റെ രഥം. ആ രഥത്തിൽ കണ്ണിൽ കോപം മാത്രമുള്ള പാർത്ഥൻ തൻ്റെ മകനെ സംരക്ഷിക്കുവാനായി അസ്ത്രങ്ങൾ അയക്കുന്നു. എന്നാൽ പാർത്ഥൻ അവിടെ എത്തിയ ഉടനെ തന്നെ ഭീഷ്മർ പാർത്ഥനെ ലക്ഷ്യം വെച്ചു. പാർത്ഥൻ ഭീഷ്മരെയും. രണ്ട് ശ്വേത നിറത്തിലുള്ള തേജസ്സുകൾ, രണ്ട് തപോശക്തികൾ. ഒരു ഭാഗത്തുള്ളത് അഷ്ടവസുക്കളിൽ ഒരാളുടെ പുനർജന്മം, മറ്റൊരു ഭാഗത്ത് നരമഹർഷിയുടെ പുനർജന്മം. ആ രണ്ട് ആത്മീയ തേജസ്സുകളുള്ള ആ രണ്ട് രൂപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടാൻ തയ്യാറായി നിൽക്കുന്നു. നോക്കിയപ്പോൾ ഭീഷ്മരെ സംരക്ഷിക്കുവാനായി കൗരവപക്ഷത്തിലെ ആളുകൾ ഇങ്ങനെ ചുറ്റും നിൽപ്പുണ്ട്. ഉടനെ തന്നെ അർജുനനെ സംരക്ഷിക്കുവാനായി പാണ്ഡവപക്ഷത്തിലെ മുൻനിര യോദ്ധാക്കളെത്തി. ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ രണ്ട് സൂര്യന്മാർ ഇങ്ങനെ പോരാടിക്കൊണ്ട് ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നു. ആ സൂര്യന്മാർക്ക് ചുറ്റും സൂര്യൻ്റെ തേജസ് പോലെ ശക്തമായിട്ടുള്ള കുടിതോരണങ്ങൾ വെച്ചിട്ടുള്ള രഥങ്ങൾ. ഒന്ന് ഭീഷ്മരെ സംരക്ഷിക്കുവാനായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രന്മാരും മറ്റുള്ള കൗരവ യോദ്ധാക്കളും, മറ്റൊന്ന് അർജുനനെ സംരക്ഷിക്കുവാനായിട്ടുള്ള പാണ്ഡവപക്ഷത്തിലെ യോദ്ധാക്കളും. അങ്ങനെ വട്ടം ചുറ്റി ഇവർ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വെട്ടുകെട്ട് പോരാട്ടം നമ്മൾ കാണാൻ പോവുകയാണ്. അങ്ങനെ ഭീഷ്മരും അർജുനനും പരസ്പരം ഭയാനകമായി പ്രഹരിച്ചു തുടങ്ങിയ ആ സമയത്ത് ഭീഷ്മരുടെ രഥത്തിന് മുന്നിലേക്ക് മറ്റൊരു രഥം വട്ടം വെച്ചിങ്ങനെ കയറുകയാണ്. കയറുന്നതിനനുസരിച്ച് അർജുനന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. കൃപാചാര്യരായിരുന്നു അത്. കൃപാചാര്യർ അർജുനന് നേരെ അടുത്ത അസ്ത്രം വയ്ക്കാൻ ഒരുങ്ങിയ ഉടനെ പാണ്ഡവപക്ഷത്തിൽ അർജുനൻ്റെ രഥത്തിൻ്റെ സൈഡിൽ കൂടെ മറ്റൊരു രഥം ഇങ്ങനെ കറങ്ങി കയറി വന്നിട്ട് കൃപാചാര്യർക്ക് നേരെ 5 അസ്ത്രങ്ങൾ അയച്ചു. ആരായിരുന്നു അത്? സാത്വികയായിരുന്നു. സാത്വികി ഈ പരിപാടി ചെയ്തത് കൃപാചാര്യർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കൃപാചാര്യർ സാത്വികിക്ക് നേരെ തുരുതുര അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങളെ സാത്വികി മുറിച്ചിടുകയും ചെയ്തു. എന്നാൽ ഇതിനിടയ്ക്ക് സാത്വികിയുടെ നെഞ്ചുഭാഗം ലക്ഷ്യമാക്കി കൃപാചാര്യർ എണ്ണമറ്റ അസ്ത്രങ്ങൾ അയച്ചു.
ഉടനെ തന്നെ സാത്വികിയുടെ നെഞ്ച് ഭാഗത്തുള്ള പടച്ചട്ടയിലേക്ക് കുറേ അസ്ത്രങ്ങൾ തറച്ചങ്ങ് കയറി. അപ്പോഴാണ് സാത്വികി അറിയുന്നത് കൃപാചാര്യ അവിടെ നിന്ന് 5 അസ്ത്രങ്ങൾ സാത്വികിയുടെ നെഞ്ചിലേക്ക് അയച്ചു വന്നു. സാത്വികിക്ക് ദേഷ്യം വന്നിട്ട് ആ അസ്ത്രങ്ങളെല്ലാം തൻ്റെ വലം കൈ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് ഇടം കൈയിലേക്ക് വില്ലെടുത്ത് വളരെ ശക്തമായിട്ടുള്ളൊരു അസ്ത്രം, ആ അസ്ത്രം ഒരാളുടെ ദേഹത്ത് കൊണ്ടാൽ അയാൾ വീണിരിക്കും, അയാൾ വധിക്കപ്പെടും. അങ്ങനത്തെ ഒരു അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ച് കൃപാചാര്യർക്ക് നേരെ വലിച്ചു വിട്ടു. ആ അസ്ത്രം കൃപാചാര്യരുടെ അടുത്തെത്തുന്നതിന് മുൻപായിട്ട് ആകാശമാർഗം മറ്റൊരു അസ്ത്രം വന്നിട്ട് ഈ അസ്ത്രത്തെ മുറിച്ച് പല കഷ്ണങ്ങളാക്കിയിട്ടു. ആ അസ്ത്രം വന്ന ദിശയിലേക്ക് സാത്വികി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും മഹാദേവൻ്റെ രുദ്രന്മാരിലെ ഒരു രുദ്രൻ അവിടെ വന്ന് നിൽക്കുന്നത് പോലെ സാക്ഷാൽ അശ്വത്ഥാമാവാണ്. നെറ്റിയിലെ ആ രത്നം സൂര്യൻ്റെ ആ മങ്ങിയ വെളിച്ചത്തിലും തിളങ്ങിക്കൊണ്ടിരുന്നു. ആ മുഖത്ത് ദേഷ്യമെന്നൊരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ. അശ്വത്ഥാമാവ് സാത്വികിക്ക് നേരെയും സാത്വികി അശ്വത്ഥാമാവിന് നേരെയും അസ്ത്രപ്രയോഗങ്ങൾ നടത്തുന്നു. ഇതിനിടയിൽ അശ്വത്ഥാമാവ് സാത്വികിയുടെ വില്ല് മുറിച്ചിട്ടു. 2 കഷ്ണമായി സാത്വികിയുടെ വില്ല് മുറിഞ്ഞ് നിലത്ത് വീണ് സാത്വികി പൊങ്ങി നോക്കുന്ന അടുത്ത സെക്കൻഡിൽ അശ്വത്ഥാമാവിൻ്റെ രഥത്തിൽ നിന്ന് വീണ്ടും അസ്ത്രങ്ങൾ തൻ്റെ ദേഹത്തേക്ക് പ്രഹരിക്കുന്നു. ദേഷ്യം വന്ന സാത്വികി ആ വില്ല് വലിച്ചെറിഞ്ഞ് അടുത്ത വില്ലെടുത്തിട്ട് അശ്വത്ഥാമാവിന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ 5 ഉണ്ടായിരുന്നു. ആ അസ്ത്രങ്ങളിൽ ചിലത് അശ്വത്ഥാമാവിൻ്റെ കൈകളിലേക്ക് തറച്ചു, ചിലത് നെഞ്ചത്തേക്കും തറച്ചു. ഈ ഒരു പ്രഹരത്തിൽ അശ്വത്ഥാമാവിൻ്റെ ബോധം പകുതിയൊന്ന് മങ്ങിപ്പോയി. എന്നാൽ പെട്ടെന്ന് തന്നെ തൻ്റെ ബോധം വീണ്ടെടുത്തതിന് ശേഷം അശ്വത്ഥാമാവ് തൻ്റെ ദേഹത്തേക്ക് തറച്ചിരിക്കുന്ന അസ്ത്രങ്ങളെ നോക്കി ദേഷ്യം വന്ന് ഗർജിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് തൻ്റെ കൈകൾ ഇങ്ങനെ അങ്ങ് കുടഞ്ഞപ്പോൾ തറച്ചിരുന്ന അസ്ത്രങ്ങൾ തെറിച്ചുപോയി. ദേഹത്ത് തറച്ചിരുന്ന അസ്ത്രങ്ങളും തട്ടി അങ്ങ് തെറിപ്പിച്ചു. എന്നിട്ട് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു അസ്ത്രം സാത്വികിയുടെ ദേഹത്തേക്ക് എയ്തങ്ങ് കയറ്റി. ആ അസ്ത്രം സാത്വികിയുടെ പടച്ചട്ടയും പിളർന്ന് ദേഹവും പിളർന്ന് അത് നേരെ പുറത്തോട്ട് പോയി ഭൂമിയിലേക്ക് തറച്ചങ്ങ് കയറിപ്പോയി. അത്ര ഊക്കോടെയാണ് അശ്വത്ഥാമ വായിച്ചത്. എന്നിട്ട് പാണ്ഡവസേനയെ ഭയപ്പെടുത്തുന്നത് പോലെ നരസിംഹത്തിനെ പോലെ അശ്വത്ഥാമാവ് അവിടെ നിന്ന് ഗർജിച്ചു. എന്നിട്ട് അശ്വത്ഥാമാവ് സാത്വികിയുടെ കൊടി മുറിച്ചതിന് ശേഷം എണ്ണമറ്റ അസ്ത്രങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു. തൻ്റെ കൊടി മുറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സാത്വികിക്ക് ദേഷ്യം ഇരട്ടിയായി. എന്നിട്ട് സാത്വികി അശ്വത്ഥാമാവിനെ എണ്ണമറ്റ 1000കണക്കിനുള്ള അസ്ത്രങ്ങൾ കൊണ്ട് മൂടാനായി തുടങ്ങി. ഈ സമയത്ത് മറ്റൊരു ദിശയിൽ നിന്ന് തേജസ് നിറഞ്ഞ 2-3 അസ്ത്രങ്ങൾ സാത്വികിയെ ഒന്ന് പ്രഹരിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ദ്രൗണിയുടെ അച്ഛനായ ദ്രോണാചാര്യരായിരുന്നു അത്. ദ്രോണാചാര്യർ എണ്ണമറ്റ അസ്ത്രങ്ങൾ കൊണ്ട് സാത്വികിയെ പ്രഹരിക്കാൻ തുടങ്ങിയ ആ സമയത്ത് കപിധ്വജമുള്ള കൃഷ്ണൻ തെളിക്കുന്ന അർജുനൻ്റെ രഥം അവിടെ വട്ടം വെച്ച് കയറി ദ്രോണാചാര്യരെ നേരിട്ടു തുടങ്ങി. എല്ലാവരും നോക്കി നിൽക്കവേ അർജുനൻ അയച്ച 3 അസ്ത്രങ്ങൾ ദ്രോണരുടെ ദേഹത്തേക്ക് തറച്ചു. എന്നാൽ ദ്രോണരുടെ മുഖത്ത് ഒരു വികാരമാറ്റവുമില്ലാതെ ദ്രോണർ അർജുനനെ നോക്കിക്കൊണ്ട് തന്നെ ആ അസ്ത്രങ്ങൾ തൻ്റെ ദേഹത്ത് നിന്ന് വലിച്ചൂരി നിലത്തിട്ടു. എന്നിട്ട് പരസ്പരം ശരവർഷങ്ങൾ കൊണ്ട് പോരാടാൻ തുടങ്ങി. ദുര്യോധനൻ നോക്കിയപ്പോൾ 2 രഥങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ബഹുവർണ്ണത്തിലുള്ള തിളങ്ങുന്നതും തിളങ്ങാത്തതും നീളം കൂടിയതും നീളം കുറഞ്ഞതുമായിട്ടുള്ള അസ്ത്രങ്ങളുടെ ശരവർഷം. ഉടനെ തന്നെ ദുര്യോധനൻ ത്രിഗർധാനരേശനായിട്ടുള്ള സുശർമാവിനെയും സുശർമാവിൻ്റെ പുത്രന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ദ്രോണനെ പോയി സഹായിക്കാൻ. യുദ്ധഭൂമി കിടിലം കൊള്ളിക്കുന്നത് പോലെ അർജുനൻ അവിടെ നിന്ന് ഗർജിച്ചിട്ട് അങ്ങോട്ടേക്ക് അസ്ത്രങ്ങൾ കൊണ്ടയച്ചു. ഈ സമയത്ത് ത്രിഗർധാനരേശനും പുത്രന്മാരും അർജുനനെ ആക്രമിച്ചു. അർജുനൻ അവരെ തിരിച്ചു പ്രഹരിച്ചു. അവിടെ നിന്ന് വരുന്ന അസ്ത്രങ്ങൾ ഗാന്ധീവധാരിയായിട്ടുള്ള സവ്യസാരിയായിട്ടുള്ള അർജുനൻ തൻ്റെ വില്ല് ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് ചുഴറ്റി, അത് വീണ്ടും മറ്റൊരു കൈയിലേക്ക് ചുഴറ്റുന്നു. ഇതിനനുസരിച്ച് അസ്ത്രങ്ങൾ 2 കൈകളിൽ നിന്നും പൊക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ പ്രഹരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അർജുനൻ്റെ രഥം ത്രിഗർധാനരേശനായിട്ടുള്ള സുശർമാവിനെയും കൂട്ടരെയും ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പാഞ്ഞു. എന്നിട്ട് അർജുനൻ തൻ്റെ വില്ലുയർത്തിയിട്ട് ഒരസ്ത്രം വെച്ച് മന്ത്രജപം തുടങ്ങി. വില്ല് പുറക്കോട്ട് വലിക്കുന്നതിനനുസരിച്ച് അസ്ത്രത്തിന് ചുറ്റും കാറ്റ് രൂപപ്പെട്ടു. എന്നിട്ട് അർജുനൻ ആ കൗരവ സൈന്യത്തിൻ്റെ പടത്തലക്കിലേക്ക് അസ്ത്രം വിട്ടു. അർജുനൻ്റെ വില്ലിൽ നിന്ന് ആ അസ്ത്രം പോയപ്പോൾ അതൊരുമാതിരി കൊടുങ്കാറ്റ് പോലെയാണ് പോയത്. വായവ്യാസ്ത്രമായിരുന്നു അത്. അർജുനൻ അയച്ച വായവ്യാസ്ത്രം കൗരവപക്ഷത്തിൻ്റെ, വ്യക്തമായി പറയുകയാണെങ്കിൽ സുശർമാവിൻ്റെയും സൈന്യത്തിൻ്റെയും പടത്തലക്കൽ ചെന്ന് തറച്ചിരുന്നപ്പോൾ അവിടെ നിന്നൊരു കൊടുങ്കാറ്റ് രൂപപ്പെട്ട് ആകാശത്തിലേക്ക് പറന്നങ്ങ് പൊങ്ങി. എന്നിട്ട് ആ കാറ്റിൻ്റെ വേഗതയിൽ മരങ്ങൾ വന്നിട്ട് ആ മരങ്ങൾ കൊണ്ട് സുശർമാവിൻ്റെ സൈന്യത്തിനെ ഉന്മൂലനം ചെയ്യാൻ തുടങ്ങി. ആ കൊടുങ്കാറ്റിലും മരങ്ങളിങ്ങനെ ചുറ്റി വന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രഹരം സംഭവിക്കുന്നു. ഈ സമയത്ത് മറ്റൊരു ദിവ്യാസ്ത്രം കൗരവപക്ഷത്തു നിന്ന് വന്നിട്ട് അവിടെ കല്ലുകളുടെ ശക്തിയുള്ളൊരു ദിവ്യാസ്ത്രം വന്ന് ആ കാറ്റിനെ തടഞ്ഞു നിർത്തി. ദ്രോണരയിച്ച ശൈലം എന്ന് പറയുന്ന അസ്ത്രമായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രകടനത്തിൻ്റെ ഫലമായിട്ട് സുശർമാവും ത്രിഗർധാദേശത്തിൻ്റെ സൈന്യവും പിറക്കോട്ടേക്ക് വലിഞ്ഞു. എന്നാൽ ഈ സമയത്ത് തന്നെ ദുര്യോധനൻ, അശ്വത്ഥാമാവ്, കൃപാചാര്യര്, ശല്യര്, സുദക്ഷിണൻ, ബാഹ്ലീകൻ, വിന്ദാനുവിന്ദന്മാർ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അർജുനനെ വളഞ്ഞു. ഈ സമയത്ത് ഭഗദത്തനും ശ്രുതായുധനും കൂടെ ഒരുമിച്ച് 1000കണക്കിന് വരുന്ന അവരുടെ ആനപ്പടയുമായിട്ട്
ഭീമസേനനെ വളഞ്ഞു. അതുപോലെ ഭൂരിശ്രവസും ശലനും ശകുനിയും കൂടെ നകുല സഹദേവന്മാരെ വളഞ്ഞു അവരുടെ സൈന്യവുമായിട്ട്. എന്നിട്ട് ഭീഷ്മരും മറ്റുള്ള കൗരവകുമാരന്മാരും കൂടെ ചേർന്നിട്ട് യുധിഷ്ഠിരനെ വളഞ്ഞാക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഭീമസേനൻ്റെ നേരെ വന്ന സൈന്യമുണ്ടല്ലോ, ഭീമസേനൻ നോക്കി കാണുകയാണ് ഭഗദത്തിൻ്റെയും അതുപോലെ തന്നെ ശ്രുതായുധൻ്റെയും നേതൃത്വത്തിൽ വരുന്ന വലിയ ആനസൈന്യം. അപ്പോൾ ആ ആനയെ കണ്ടിട്ട് ഒരുമാതിരി ഹായ് ആന എന്ന് പറഞ്ഞതുപോലെ ഭീമൻ തൻ്റെ വില്ലങ്ങാട്ട് മാറ്റി വെച്ചിട്ട് ഭീമാകാരമായിട്ടുള്ള ഗദ കയ്യിലെടുത്തു. ആനയെ കണ്ടോണ്ടാണേ. അങ്ങനെ ഈ വലിയ ഗദ കയ്യിലെടുത്തിട്ട് ഭീമൻ രഥത്തിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി. ഇങ്ങൊരു ഗദയും കൊണ്ട് രഥത്തിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കൗരവപക്ഷത്തിലുള്ള ആളുകൾ, ഈ സൈനികർ പേടിച്ചു തുടങ്ങി. ആനപ്പടയാളികൾ എന്ത് വന്നാലും ഭീമനെ വീഴ്ത്തണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി സർവ്വധൈര്യവും എടുത്ത് ആനപ്പട ഭീമന് നേരെ ഇരച്ചു വരികയാണ്. ഭീമൻ ഇടിച്ച ആനപ്പടയിലേക്ക് കയറുകയാണ്. ദൂരെ നിന്ന് നോക്കുന്ന ഏതൊരു യോദ്ധാവിനും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ആ യുദ്ധഭൂമിയിൽ ഇരുമ്പൻ ഗദ പ്രഹരിക്കുന്ന ആ ടങ് 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 എന്നുള്ള ഒരു ശബ്ദവും അതുപോലെ ആനയുടെ ചിഹ്നം വിളി, ഗദയുടെ പ്രഹരവും ആന വീഴുന്നതും മാത്രം കാണുന്നു. ഈ ആനപ്പടയുടെ മുന്നിൽ നിൽക്കുന്ന കൗരവസേന ഈ ഒരു ഭയാനകമായിട്ടുള്ള കാഴ്ച നോക്കിക്കാണുകയാണ്. ഈ ആനകളെല്ലാം വീഴുന്നു. ആനകളുടെ ദേഹത്ത് ഘടിപ്പിച്ചിരുന്ന പടച്ചട്ടകൾ തെറിച്ചു പോകുന്നു. ഓരോ ആനകൾ വീഴുന്നു. കൗരവപക്ഷത്തിലെ സൈനികരുടെ ഫ്രണ്ടിൽ അവർക്ക് കാണാൻ കഴിയുന്ന ഒരു ആന ഇരുമ്പ് നിലത്തടിക്കുന്നത് പോലത്തെ ഒരു ശബ്ദം കേട്ടിട്ട് ആ പ്രഹരത്തിൽ ആ ആന ചരിഞ്ഞു നിലത്ത് വീഴുന്നു. നിലത്ത് വീണ ആ ഒരു സമയത്ത് മങ്ങിയ സൂര്യൻ്റെ വെളിച്ചത്തിൽ ഒരു ചുവന്ന രൂപത്തിനെ അവിടെ കണ്ടു. നല്ല ഉയരം, കയ്യിലിരിക്കുന്ന സ്വർണ്ണ നിറവും ഇരുമ്പ് നിറത്തിലുള്ള ഗദയല്ല, ആ ഗദ ഇപ്പോൾ പൂർണ്ണമായും ചുവന്ന നിറത്തിലായേക്കുകയാണ്. ഈ ഒരു യോദ്ധാവ് ഏങ്ങിങ്ങനെ നിൽക്കുകയാണ്. ആ യോദ്ധാവിൻ്റെ ദേഹവും മുടിയും മുഴുവനും ഇപ്പോൾ ചുവന്ന നിറം, പടച്ചട്ടയും ചുവന്ന നിറം. ആ യോദ്ധാവിൻ്റെ ദേഹത്ത് ആനകളുടെ കൊമ്പുകൾ കൊണ്ടുണ്ടായ മുറിവുകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇടത്തെ കയ്യിൽ ഭീമാകാരമായ ഗദയാണെങ്കിൽ വലത്തെ കയ്യിൽ ഭയങ്കരമായിട്ട് നീണ്ടുരുണ്ട് മൂർച്ച കൂടിയ ഒരു സാധനം ഇരിക്കുന്നു. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കൗരവപക്ഷത്തിലെ സൈനികർക്ക് മനസ്സിലായത് അതൊരു ആനക്കൊമ്പായിരുന്നു. അങ്ങനെ ഭീമൻ കയ്യിൽ പിടിച്ചേക്കുന്ന ഒരു ആനക്കൊമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു ആനയ്ക്ക് നേരെ എറിഞ്ഞു. ആ പ്രഹരമേറ്റ ആന വീണു. ബാക്കിയുള്ള ആനപ്പടയാളികൾ അവിടെ നിന്ന് നിലവിളിച്ചു കൊണ്ടോടി. ഭീമൻ ഏങ്ങി ഈ ഒരു ഭയാനകമായിട്ടുള്ള രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ മഹാദേവൻ്റെ രുദ്രന്മാരിലൊരു രുദ്രനാണോ അവിടെ നിൽക്കുന്നതെന്ന് തോന്നി. ഭീമൻ നടന്നു വരുന്നതിനനുസരിച്ച് ഇവർ പേടിച്ച് പുറക്കോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ആ സൈന്യം അവിടെ നിന്ന് ഓടി. സമയം പിന്നെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് സോമകരും ഭീഷ്മരുമായിട്ടുള്ള പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുന്നു. സാധാരണ യോദ്ധാക്കൾക്കും മറ്റുള്ള മഹാരഥന്മാർക്കും ഒറ്റയ്ക്കൊന്നും ഭീഷ്മരോടെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. കാരണം ഭീഷ്മർ പറഞ്ഞതുപോലെ മുന്നിൽ വരുന്ന സൈനികരെ അത്രയും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഏത് ലെവൽ യോദ്ധാക്കളാണെങ്കിലും. ഇതിൽ ഭീഷ്മരെ മുറിവേൽപ്പിക്കുന്ന യോദ്ധാക്കൾക്ക് അത്ര പേർക്കും ഭീഷ്മരുടെ ഇരട്ടിക്കിരട്ടി പണി അങ്ങോട്ട് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശിഖണ്ഡി ഭീഷ്മരെ അസ്ത്രം കൊണ്ട് പ്രഹരിച്ച ആ ഒരു സമയത്ത് ഭീഷ്മർ ശിഖണ്ഡിയെ തിരിച്ചു പ്രഹരിച്ചില്ല. അങ്ങോട്ടേക്ക് വലിയ ശ്രദ്ധ പോലും കൊടുക്കാതെ ഭീഷ്മർ മറ്റുള്ള യോദ്ധാക്കളുമായിട്ട് നേരിട്ട് കൊണ്ടിരുന്നു. അങ്ങനെ വിരാടനും ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും ഒരുമിച്ച് ഭീഷ്മരെ അസ്ത്രമെയ്തു. ആ അസ്ത്രങ്ങൾ ഭീഷ്മരുടെ ദേഹത്ത് തറച്ചു. വീണ്ടും അവർ അസ്ത്രങ്ങൾ എയ്തു. എന്നാൽ ആ അയച്ച അസ്ത്രങ്ങൾക്ക് മറുപടിയായിട്ട് ഭീഷ്മർ നല്ല ശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ തിരിച്ചവരെ പ്രഹരിച്ചു. എന്നാൽ അപ്പോഴും ശിഖണ്ഡിയെ പ്രഹരിച്ചിട്ടില്ല ഭീഷ്മരെ. കാരണം ആ ഒരു പോർവീര്യത്തിൻ്റെ മുറുകി നിൽക്കുന്ന സമയത്ത് കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡിൻ്റെ കൺട്രോൾ കണ്ടോ, ആർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് മറ്റു ചില രഥങ്ങളും കൂടെ ഭീഷ്മരുടെ മുന്നിലേക്ക് വന്നു. ആരാണ്? ഭീമസേനൻ, ഉപപാണ്ഡവന്മാർ, പഞ്ചകേകയന്മാർ. അങ്ങനെ ഈ പോരാട്ടം അങ്ങോട്ട് മുറുകിയ സമയത്ത് യുദ്ധഭൂമി ഭയാനകമായി, അതായത് എന്ത് കാരണത്തിലാണോ നേരത്തെ ആ ദുർനിമിത്തങ്ങൾ കണ്ടത് അതെല്ലാം അവിടെ തെളിഞ്ഞു തുടങ്ങി. കാരണം മനക്കെട്ടിയുള്ള ആർക്കും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് ത്രികർധാനരേശനായിട്ടുള്ള സുശർമാവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും അവരുടെ സേനയുമായിട്ട് അർജുനനെ ആക്രമിക്കാൻ പോയി. അവരിൽ ഒരു കൂട്ടം ആളുകൾക്ക് അർജുനൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചു കിട്ടിയിട്ട് അവിടെ നിന്ന് ഓടി. അങ്ങനെ അർജുനനും അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഈ സമയത്ത് ത്രികർധാനരേശനായിട്ടുള്ള സുശർമാവിനെ രക്ഷിക്കുവാനായിട്ട് ദുര്യോധനൻ ഭീഷ്മരെ പടത്തലക്കൽ നിർത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അർജുനനും ഭീഷ്മരും വീണ്ടും നേർക്കുനേർ വരുന്നു. ഈ സമയത്ത് ഭീഷ്മരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ഒരു കൂട്ടം കൗരവ ശ്രേഷ്ഠന്മാരെത്തി. അതുപോലെ അർജുനനെ സംരക്ഷിക്കാൻ വീണ്ടും പാണ്ഡവ പക്ഷത്തിലുണ്ടായിരുന്ന ആളുകൾ ചട്ടയണഞ്ഞ് ശക്തരായി വന്ന് ചുറ്റിനും നിന്നു. പിന്നെ അവിടെ നടന്നതു പച്ച മലയാളത്തിൽ, നാടൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂട്ടത്തല്ലാണ് ഉണ്ടായത്.
കൂട്ടത്തിലെന്ന് പറയുമ്പോൾ ആകാശമാർഗം നോക്കുകയാണെങ്കിൽ പാണ്ഡവ സൈന്യമേത് കൗരവ സൈന്യമേതെന്ന് അറിയാൻ പറ്റുന്നില്ല. കൂട്ടത്തോടെ കയറിഞ്ഞിടി. ഈ സമയത്ത് സാത്വികിയും കൃതവർമാവുമായിട്ട് പോരാടുന്നു. രണ്ടുപേരും യാദവന്മാരാണല്ലോ. സാത്വികി കൃതവർമാവിനെ അവിടെ നിന്ന് ഓടിപ്പിക്കുന്നു. അതുപോലെ ദ്രോണരും ദ്രുപദനും തമ്മിൽ പോരാടുന്നു. ദ്രോണരും ദ്രുപദനും പരസ്പരം പോരാടുന്നു. അസ്ത്രങ്ങൾ കൊണ്ട് മറുപടികൾ അയക്കുന്നു. ദ്രോണരയിക്കുന്ന അസ്ത്രങ്ങൾ ദ്രുപദൻ്റെ ദേഹത്തേക്ക് തറച്ചു. ദ്രുപദൻ്റെ സാരഥിയുടെ ദേഹത്തേക്ക് തറച്ചു. ദ്രുപദന് ബുദ്ധിയുള്ളതുകൊണ്ട് അവിടെ നിന്നില്ല. ഉള്ള ഉയരും കൊണ്ട് ദ്രുപദൻ അവിടെ നിന്ന് ഓടി. ഭീമസേനൻ ബാഹുലീകനുമായിട്ട് പോരാടി. അഭിമന്യു കൗരവ രാജകുമാരനായിട്ടുള്ള ചിത്രസേനനുമായിട്ട് പോരാടി. ഇതിനിടയിൽ അഭിമന്യു അതിവിദഗ്ധമായി ചിത്രസേനൻ്റെ കുതിരകളെ വധിക്കുന്നു, സാരഥിയെ മുറിവേൽപ്പിക്കുന്നു. ഗത്യന്തരമില്ലാതെ ചിത്രസേനൻ ആ രഥത്തിൽ നിന്നിറങ്ങി തൻ്റെ മറ്റൊരു കൗരവ രാജകുമാരൻ, തൻ്റെ മറ്റൊരു സഹോദരൻ്റെ രഥത്തിൽ കയറി രക്ഷപ്പെടേണ്ടി വന്നു. ബാഹുലീകനും ഭീമസേനനുമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൽ ബാഹുലീകൻ്റെ കുതിരകളെ, സാരഥിയെ, രഥത്തിനെയും ഭീമസേനൻ തകർത്തുവിട്ടു. അങ്ങനെ ബാഹുലീകൻ ആ രഥത്തിൽ നിന്നിറങ്ങി ദുര്യോധനൻ്റെ പുത്രനായിട്ടുള്ള ലക്ഷ്മണകുമാരൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനിടയിൽ സാത്വികി ഭീഷ്മരെ പ്രഹരിച്ചു. ഭീഷ്മർ സാത്വികിക്ക് നേരെ ആഞ്ഞൊരു വേലെടുത്തെറിഞ്ഞു. ആ വേല് വരുന്നത് കണ്ടുടനെ തന്നെ സാത്വികി ചെറുതായിട്ട് പേടിച്ചു. കാരണം ഭീഷ്മരുടെ കയ്യിൽ നിന്ന് അസാമാന്യ വേഗതയിലാണ് ആ വേല് വന്നുകൊണ്ടിരുന്നത്. സാത്വികി ആ വേല് തകർത്തു. എന്നിട്ട് ആ വേലിന് മറുപടിയായിട്ട് സാത്വികി മറ്റൊരു വേലെടുത്ത് ഭീഷ്മർക്ക് നേരെ അയച്ചു. എന്നാൽ ഭീഷ്മർ സാത്വികിയെ അന്തം പിടിപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടി ചെയ്തു. ഭീഷ്മർ ഒരൊറ്റ അസ്ത്രം വെച്ചു. ക്ഷുരപ്രം എന്ന് പറയുന്ന മൂർച്ചയേറിയ അസ്ത്രമായിരുന്നു. ആ അസ്ത്രം ആ വേലിൻ്റെ നടുക്കൂടെ കയറി ഇറങ്ങി ആ വേലിനെ 2 കഷ്ണമായിട്ട് അങ്ങ് മുറിച്ചിട്ടു. എന്നാൽ ഈ സമയത്ത് ഭീഷ്മരവിടെ ഭീകര ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരുടെ രഥത്തിൽ നിന്ന് എത്ര ദിക്കുകളുണ്ടോ അത്ര ദിക്കുകളിലേക്കും അസ്ത്രങ്ങൾ ഭീഷ്മർ ചുറ്റിനും അയച്ചുകൊണ്ടിരിക്കുന്നു. ആ അസ്ത്രങ്ങളെല്ലാം പാണ്ഡവ സേനയാണ് മുടിക്കുന്നത്. ഈ സമയത്ത് ഭീഷ്മർ സാത്വികിയെ അസ്ത്രം അയച്ചു. ഭീമന് നേരെ 12 അസ്ത്രങ്ങൾ അയച്ചു. നകുലനെ തുളച്ചു. സഹദേവനെ അസ്ത്രം ചെയ്ത് മുറിവേൽപ്പിച്ചു. എന്നിട്ട് യുധിഷ്ഠിരനെ അസ്ത്രം ചെയ്ത് മുറിവേൽപ്പിക്കുന്നു. ആ വഴിക്ക് പോയ ദൃഷ്ടദ്യുമ്നനെ നീ അവിടെ പോടാ, നിനക്കിട്ട് ഉരുക്കിട്ടിടണമെന്ന് പറഞ്ഞ് ദൃഷ്ടദ്യുമ്നെയും അസ്ത്രങ്ങൾ അയച്ചു. ആരെയൊക്കെ മുന്നിൽ കാണുന്നോ അവരെ അത്ര പേരെയും ഭീഷ്മർ ചുറ്റിനും പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ദ്രോണരവിടെ എത്തി സാത്വികയെയും ഭീമനെയും വീണ്ടും ആക്രമിക്കുന്നു. ഭീമനും സാത്വികയും ദ്രോണരെയും ആക്രമിക്കുന്നു. എന്നാൽ അവിടെ അതിഭയാനകമായ ഒരു ഗർജനം കേട്ടു. അവർ തിരിഞ്ഞു നോക്കി. ഭീഷ്മരാണ്. ഭീഷ്മർ അവിടെ നിന്ന് വരുന്ന പാണ്ഡവ സേനയെ മുഴുവനും വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീഷ്മർ അവിടെ തൻ്റെ മുന്നിൽ വരുന്ന കാലാൽ പടയാളികളായിക്കോട്ടെ, രഥത്തിൽ പോരാടുന്ന ആളുകളായിക്കോട്ടെ, കുതിരപ്പുറത്തിരുന്ന് ആക്രമിക്കുന്നവരായിക്കോട്ടെ, ഗജത്തിന് മുകളിലിരുന്ന് പോരാടുന്നവരായിക്കോട്ടെ, അവരെ എല്ലാവരെയും ഭീഷ്മർ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഭീഷ്മർ തൻ്റെ വില്ലുകൊണ്ട് വരുന്ന ആളുകളെ ഇടിച്ച് ദൂരെ കളയുന്നു. തൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളെ കിരീടം കൊണ്ടടിക്കുന്നു, തിരിച്ചെടുത്ത് വയ്ക്കുന്നു, മുഷ്ടി കൊണ്ടിടിച്ചിടുന്നു, വേലെടുത്തെറിയുന്നു, കുന്തമെടുത്തെറിയുന്നു, ഗത വലിച്ചെറിയുന്നു, പോർക്കോടാലികൾ എറിയുന്നു. അങ്ങനെ എന്തൊക്കെ അസ്ത്രങ്ങൾ കിട്ടുമോ അതെല്ലാം ഭീഷ്മർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭീഷ്മർ അയക്കുന്ന അസ്ത്രങ്ങൾ കുറേ യോദ്ധാക്കളുടെ കയ്യിലെ കാപ്പുകൾ തെറിപ്പിച്ച് കളയുന്നു. കുറേ പേരുടെ കയ്യുറകൾ മുറിച്ച് തെറിച്ചു പോകുന്നു. ഒരു ഭാഗത്തേക്ക് അസ്ത്രങ്ങൾ പോകുമ്പോൾ അവിടെ നിന്ന് പടച്ചട്ടകൾ തെറിച്ചു പോകുന്നു. അങ്ങനെ ഭീഷ്മർ ശത്രുക്കളുടെ ചുറ്റിനും നിന്നുകൊണ്ട് അവരെ ഭയപ്പെടുത്തുന്ന രീതിക്ക്, ഒരാളെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾ ഭയക്കുന്നത് പോലെ ഒരു ഗംഭീര പ്രകടനം. ഈ സമയത്ത് അർജുനൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് പാർത്ഥ എന്നൊരു വിളി. അർജുനൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എണീറ്റ് കണ്ണുരുട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. ശ്രീകൃഷ്ണസ്വാമി അർജുനൻ്റെ രഥത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കയറി നിന്നിട്ട് അർജുനൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ പാർത്ഥ? ദുര്യോധനനെയും ദുര്യോധനൻ്റെ സഹോദരന്മാരുടെയും സൈന്യത്തിനെയും ഭീഷ്മരും ദ്രോണരും പടത്തലയ്ക്കൽ നിൽക്കുമ്പോൾ തന്നെ നീ വീഴ്ത്തുവെന്നും ഈയൊരു യുദ്ധത്തിൽ ആരെല്ലാം നിന്നോട് പോരാടുമോ അവർക്കെല്ലാവർക്കും നീ വിനാശം വിതയ്ക്കുമെന്ന് പറഞ്ഞതും നീ മറന്നുപോയോ? ഓർക്കൂ, നിൻ്റെ വാക്കുകൾ ഓർക്കൂ, നിൻ്റെ ക്ഷത്രിയ ധർമ്മം പാലിക്കുക, ഭീഷ്മരെ നേരിടൂ എന്ന് പറഞ്ഞു കൃഷ്ണൻ. കൃഷ്ണൻ്റെ ആ ഒരു പറച്ചിൽ അർജുനനെ ഇങ്ങ് കിടിലും കൊള്ളിച്ചു. കാരണം ഇങ്ങനെ ആരും കൃഷ്ണനെ അധികം കണ്ടിട്ടില്ലല്ലോ. വീണ്ടും ദേഷ്യത്തിൻ്റെ പുറത്ത് പല്ലുമുറുമി ദേഷ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണൻ രഥത്തിൻ്റെ മുന്നിൽ പോയി നിന്നു. അങ്ങനെ അർജുനൻ ഭീഷ്മരെ ലക്ഷ്യമാക്കി പോയ ഉടനെ തന്നെ യുധിഷ്ഠിരൻ്റെ കൂട്ടത്തിലുള്ള സൈന്യം, അവരെല്ലാവരും കൂടെ പേടിച്ചോടിയ സൈന്യങ്ങൾ അത്രയും വട്ടം ചുറ്റി അർജുനൻ്റെ കൂടെ അങ്ങ് പോയി. അർജുനൻ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട്. എന്നിട്ട് അർജുനനും ഭീഷ്മരും തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. അർജുനൻ ഭീഷ്മരെ അസ്ത്രമെയ്യുന്നു, ഭീഷ്മർ അർജുനനെ അസ്ത്രമെയ്യുന്നു. ഇതിനിടയിൽ അർജുനൻ ഭീഷ്മരുടെ വില്ല് മുറിച്ചു കളഞ്ഞു. ഉടനെ തന്നെ ഭീഷ്മർ അത് വലിച്ചെറിഞ്ഞ് അതിവേഗത്തിൽ അടുത്ത വില്ല് കയ്യിലെടുത്ത് ഞാൻ മുറുക്കി കെട്ടി. അത് ഓങ്ങാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും അർജുനൻ വീണ്ടും ആ വില്ല് മുറിച്ചു കളഞ്ഞു.
ഇത് കണ്ടിട്ട് ഭീഷ്മർ അർജുനനോട് പറഞ്ഞു, മോനെ അർജുന, കൊള്ളാം, നീ മിടുക്കൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വില്ലെടുത്തു. എന്നിട്ട് അർജുനന് നേരെ ക്ഷണനേരം കൊണ്ട് എണ്ണമറ്റ അസ്ത്രങ്ങൾ അങ്ങോട്ട് അയച്ചു. ഈ അസ്ത്രങ്ങൾ വരുന്ന കണ്ടുടനെ തന്നെ കൃഷ്ണൻ അർജുനൻ്റെ രഥത്തിനെ അങ്ങ് വട്ടം ചുറ്റിച്ചു. കുറേ അസ്ത്രങ്ങളെ കൃഷ്ണൻ അങ്ങ് ഒഴിവാക്കി വിട്ടു. മറ്റസ്ത്രങ്ങളെ ഈ രഥം കൊണ്ട് അടിച്ചങ്ങ് തെറിപ്പിച്ചു. അതായത് കൃഷ്ണൻ ആ രഥം കൊണ്ട് ഇങ്ങനെ വട്ടം ചുറ്റിച്ച് ആ അസ്ത്രത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റി തിരിച്ചെന്ന് ഭീഷ്മരുടെ മുന്നിൽ നിർത്തി. ഈ സമയത്ത് കൃഷ്ണൻ അർജുനനെ തിരിഞ്ഞു നോക്കി. അർജുനൻ മീഡിയം ലെവലിൽ നിന്നാണ് ഇപ്പോഴും പോരാടുന്നത്. ഫുൾ എബിലിറ്റിയിൽ കയറി ഫൈറ്റ് ചെയ്യുന്നില്ല. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് അർജുനൻ്റെ. എത്രത്തോളം ഇഷ്ടപ്പെട്ട അപ്പൂപ്പനുമായിട്ടാണ് പോരാടുന്നതല്ലേ. ഉടനെ തന്നെ കൃഷ്ണൻ രഥത്തിൻ്റെ കടിഞ്ഞാണങ്ങ് വിട്ടു. കയ്യിൽ ചമ്മട്ടി പിടിച്ചിട്ടുണ്ട്. ദേഷ്യം വന്ന കൃഷ്ണൻ പല്ലിറുമിക്കൊണ്ട് രഥത്തിൽ നിന്ന് ചാടി എണീച്ച് ഒന്നുകൂടെ അർജുനനെ നോക്കി. ആ സമയത്ത് കൃഷ്ണൻ്റെ മുരൾച്ചയാണോ കേട്ടത്, അതോ നരസിംഹത്തിൻ്റെ ഗർജനമാണോ കേട്ടതെന്ന് അർജുനന് തോന്നിപ്പോയി. അർജുനൻ അത് കണ്ടിങ്ങനെ പിറക്കോട്ടൊന്നു പോയി. എന്നിട്ട് എന്തെങ്കിലും അർജുനന് ചെയ്യാൻ പറ്റുന്ന ഗ്യാപ്പിൽ എല്ലാവരും നോക്കി നിൽക്കവേ ഒരു ശബ്ദം കേട്ടു. ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. ഇപ്പോഴും പുഞ്ചിരിയുള്ള ആ മുഖത്ത് ഇന്ന് ദേഷ്യം മാത്രമാണ്. പുതികം ചുളിച്ചു വെച്ചിരിക്കുന്നു. കൃഷ്ണൻ ദേഷ്യത്തിൽ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു. ആയുധങ്ങളില്ല, കൈമുഷ്ടി ഇങ്ങനെ മുറുക്കി വെച്ചേക്കാണ് കൃഷ്ണൻ. അതിങ്ങനെ ഞരമ്പുകളെല്ലാം പിടച്ച് പേശികളെല്ലാം ഇങ്ങനെ പൊങ്ങി കയറുന്നത് അവിടെയുള്ള ആളുകൾ കണ്ടിട്ട് അവരെല്ലാവരും പറഞ്ഞു, ഭീഷ്മർ പതിച്ചു, ഭീഷ്മർ വീണു, ഭീഷ്മർ വധിക്കപ്പെട്ടു എന്ന്. കാരണം കൃഷ്ണൻ ഭീഷ്മരെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. എന്നിട്ട് യുദ്ധഭൂമിയുടെ ഒരു ഭാഗമെത്തിയിട്ട് കൃഷ്ണൻ കൈകൾ രണ്ടും ഇങ്ങനെ പുറക്കോട്ട് വെച്ച് ഒരൊറ്റ അലർച്ച. ആ അലർച്ച പതുക്കെ ആ ഗർജനം മനുഷ്യൻ്റെ ഗർജനത്തിൽ നിന്ന് നരസിംഹത്തിൻ്റെ ഗർജനമായി മാറി. നരസിംഹത്തിൻ്റേതുപോലെ എന്ന് തോന്നിക്കുന്ന ആ ഒരു ഗർജനം കേട്ട ഉടനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പുറക്കോട്ട് പോയി. ഇത് കണ്ടിട്ട് ഭീഷ്മർ പേടിച്ചില്ല. ഭീഷ്മർ ഉടനെ തന്നെ വില്ല് ഉയർത്തിയിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, വാസുദേവ, ഗോവിന്ദ, അവിടുന്ന് ഭീഷ്മരെ വധിച്ചാൽ ഭീഷ്മർക്ക് എന്താ പറയുക, സ്വർഗം ലഭിക്കും, മോക്ഷം ലഭിക്കും. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾക്കപ്പുറവും എൻ്റെ ഈ പോരാട്ടം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാധവ, ഗോവിന്ദ, വാസുദേവ, അങ്ങ് വരുന്ന കാര്യം ചെയ്താലുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് കൃഷ്ണൻ്റെ കാലിൽ ഒരാൾ ചുറ്റിപ്പിടിച്ചു. ആര്? അർജുനൻ. വീണ്ടും കൃഷ്ണൻ്റെ കാലിൽ പിടിച്ചു. മഹാബാഹുവായ അർജുനനെ ഭൂമിയിൽ വലിച്ചിഴച്ചുകൊണ്ട് കൃഷ്ണൻ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ അർജുനൻ നിലവിളിച്ചു, മാധവ, ദയവ് ചെയ്ത് അങ്ങ് ആയുധമെടുക്കരുത്, അങ്ങ് വെറും കൈ കൊണ്ട് പോലും ഭീഷ്മരെ ഒന്നും ചെയ്യരുത്, അങ്ങ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കത്തില്ല, ഒരു പോരാളിയായിട്ട് നിൽക്കത്തില്ല എന്ന് സത്യം ചെയ്തതാണ്. എനിക്ക് വേണ്ടി അങ്ങ് ആ സത്യം ലംഘിച്ചാൽ അത് അങ്ങേക്കൊരു കളങ്കമായി മാറും. ചെയ്യരുത്, അങ്ങ് പറയുന്ന എല്ലാം ഞാൻ ചെയ്തോളാം, ഞാൻ ഭീഷ്മരുമായിട്ട് പോരാടിക്കൊള്ളാം, ഞാനിനി ഒരിക്കലും അനാവശ്യമായിട്ട് ഇമോഷണലായിട്ട് ഇരിക്കത്തില്ല, ഞാൻ അദ്ദേഹവുമായിട്ട് നേരിടും, ഞാൻ എൻ്റെ കർമ്മം ചെയ്യാമെന്നെല്ലാം അർജുനൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ അവിടെ നിന്നു. എന്നാൽ നിന്നിട്ട് കൃഷ്ണൻ അർജുനനെ നോക്കിയപ്പോൾ അപ്പോഴും കൃഷ്ണൻ്റെ മുഖത്ത് ദേഷ്യം. നേരത്തെ ശാന്തമായി, അന്നൊരികെ ചാടിയപ്പോഴേ ശാന്തമായി, ഇന്ന് ശാന്തനായിട്ടില്ല. ഇന്നും ദേഷ്യത്തോടെ അർജുനനെ നോക്കിയിട്ട് അർജുനനോട് കൈയെടു. അർജുനനങ്ങ് കൈയെടുത്ത്. കൃഷ്ണൻ ഒന്നും മിണ്ടാതെ ഭൂമിയിൽ ആഞ്ഞ് ചവിട്ടിക്കൊണ്ട് നേരെ പോയ രഥത്തിൽ കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ അർജുനൻ പെട്ടെന്നോടി ആ രഥത്തിൽ കയറി. എന്നിട്ട് പോരാട്ടം തുടങ്ങി. ഈ സമയത്ത് ഭീഷ്മർ അവിടെ നിന്നുകൊണ്ട് ഓരൊന്നും ചിന്തിക്കാനില്ല. ഭീഷ്മർക്കിന്ന് പോരാടണം എന്നൊരൊറ്റ ചിന്തയിൽ ഭീഷ്മർ അവിടെ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. പാണ്ഡവർ കൗരവരെ വധിച്ചുകൊണ്ടിരിക്കുന്നു, കൗരവർ പാണ്ഡവ സേനയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭയാനകമായിട്ടുള്ളൊരു പോരാട്ടം. എന്നിട്ട് ഒരു പോയിന്റിൽ ഭീഷ്മർ ചാടി എണീച്ച് ആ ഒരു യുദ്ധഭൂമിയെ കിടിലും കുളിക്കുന്നത് പോലെ ഗർജിച്ചു. ആ ഒരു വെളുത്ത മീശയും വെളുത്ത താടിയും മുടിയും കൂടെ പറന്നാ ഗർജിക്കുന്നത് കണ്ടപ്പോൾ ഒരു കാടിളക്കുന്ന ഒരു വയസ്സനായ സിംഹം ഗർജിക്കുന്നത് പോലെ തന്നെ തോന്നി. ഈ ഗർജനത്തിൽ സൂര്യാസ്തമയവും സംഭവിച്ചു. ആളുകൾക്ക് വീണ്ടും ഭയമായി. ഈ സൂര്യാസ്തമയം സംഭവിച്ചപ്പോൾ തന്നെ ഭീഷ്മർ ഇങ്ങനെ നല്ലതുപോലെ ഏങ്ങി ഈ ഒരു രഥത്തിൻ്റെ ഉള്ളിലേക്ക് ശാന്തനായിട്ട് നിന്നിട്ട് തൻ്റെ സൈന്യത്തിനെ പുറക്കോട്ടേക്ക് വലിച്ചു. അതുപോലെ യുധിഷ്ഠിരനും തൻ്റെ സൈന്യത്തിനെ പുറക്കോട്ടേക്ക് വലിച്ചു. എന്നാൽ അന്നത്തെ ദിവസം പാണ്ഡവർ പേടിച്ചാ പോകുന്നേ. പാണ്ഡവ സൈന്യം കിടിലം കൊണ്ടാണ് പോകുന്നത്. എങ്ങനെ കൗരവ സൈന്യത്തിനെ ഭീമൻ വിറപ്പിച്ചോ അതുപോലെ ഭീഷ്മർ പാണ്ഡവ സൈന്യത്തിനെ വിറപ്പിച്ചു. ഒരു 2 ദിവസവും കൂടി ഇവർക്ക് ഭീഷ്മരുടെ മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് പാണ്ഡവ പക്ഷത്തിലുള്ള യോദ്ധാക്കൾക്കും സൈനികർക്കും മനസ്സിലായി. അങ്ങനെ യുധിഷ്ഠിരനും കൃഷ്ണനും ഇടയിലൊരു സംഭാഷണം, ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നു. യുധിഷ്ഠിരൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഭീഷ്മർ വളരെ ശക്തനാണ് എന്നും പറഞ്ഞ് കൃഷ്ണനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യുധിഷ്ഠിരൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അതീവ സ്നേഹത്തോടുകൂടി ശ്രീകൃഷ്ണസ്വാമി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മഹാനായ ധർമ്മപുത്രരെ,
അങ്ങിങ്ങനെ വിഷമിക്കരുത്. അങ്ങയുടെ സഹോദരന്മാരാരും തന്നെ മോശക്കാരല്ല, അവരൊക്കെ നല്ല ശക്തരായിട്ടുള്ള യോദ്ധാക്കളാണ്. പക്ഷെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം നല്ലതുപോലെ ഇരിക്കാൻ, നമുക്കിടയിലുള്ള ആ ഇരിപ്പുവശം നല്ലതുപോലെ ഇരിക്കാൻ അങ്ങ് എനിക്ക് ഒരു അനുവാദം തരുമോ? എന്നെ ഭീഷ്മരെ വീഴ്ത്താനായിട്ട് ചുമതലപ്പെടുത്ത്. കൃഷ്ണൻ പറഞ്ഞു യുധിഷ്ഠിരനോട്, എന്നെ ഭീഷ്മരെ വീഴ്ത്താനായിട്ട് ചുമതലപ്പെടുത്ത്. അങ്ങ് ഒരാജ്ഞ എന്നെ അടുത്ത് പറഞ്ഞാൽ മതി. ഈ അർജുനൻ്റെ അടുത്ത്, ഭീമൻ്റെ അടുത്ത്, സൈന്യത്തിൻ്റെ അടുത്തും എല്ലാം നാളെ ഇവിടെ കയറി റെസ്റ്റ് എടുക്കാൻ പറ. ഒരൊറ്റ രഥവുമായിട്ട് ഞാൻ പോയി എല്ലാ എണ്ണത്തിനെയും തീർത്തിട്ട് വരാം. ഭീഷ്മരെ ഞാൻ വീഴ്ത്തിയിട്ട് വരാം. അല്ലെങ്കിൽ അർജുനനോട് പറ. അർജുനൻ വിചാരിച്ചാൽ പറ്റും. അർജുനനല്ലാതെ മറ്റാർക്കും ഭീഷ്മരോട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അർജുനനെ ഭീഷ്മരെ വീഴ്ത്താൻ പറ്റുള്ളൂ. പക്ഷേ അർജുനനെ കൊണ്ടത് സാധിക്കുന്നില്ല എങ്കിൽ, അർജുനൻ അതിന് മനസ്സില്ല എങ്കിൽ, അവൻ്റെ അനുവാദമുണ്ടെങ്കിൽ, അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ നാളെ ഞാൻ ഒരൊറ്റ രഥവുമായിട്ട് പോയി ഭീഷ്മരെ വീഴ്ത്തിയിട്ട് വരാം. എനിക്കാരെയും നോക്കേണ്ട കാര്യമില്ല, ഞാൻ വീഴ്ത്തിയിരിക്കും. ധർമ്മപുത്രർക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് കൃഷ്ണൻ്റെ കയ്യിൽ ചെന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, മാധവ ഗോവിന്ദ, അങ്ങ് എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. അതെല്ലാം എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മളും അങ്ങയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷേ എൻ്റെ നല്ലതിന് വേണ്ടി അങ്ങയുടെ സത്യപ്രതിജ്ഞ കളഞ്ഞ് കളങ്കമേൽക്കണ്ട. നമുക്ക് അഡ്വൈസസ് തന്നാൽ മതി. ഈ പോരാട്ടത്തിന് മുൻപ് ഞാൻ എൻ്റെ മുത്തച്ഛനിൽ നിന്ന് ഒരു എഗ്രിമെൻ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് യുധിഷ്ഠിരനൊരു പരിപാടി ചെയ്യുന്നുണ്ട്. പറച്ചട്ടയെല്ലാം മുഴി വെച്ചിട്ട് നേരെ പോയി ഭീഷ്മര്, ദ്രോണര്, ശല്യര് ഇവരുടെ അടുത്ത് നിന്നൊക്കെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. പക്ഷേ അത് അനുഗ്രഹം വാങ്ങലല്ലായിരുന്നു. പുള്ളിക്കാരൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിജയം ഉറപ്പുവരുത്തുവാൻ വേണ്ടി അവിടെ ചെന്ന് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. അത് യുധിഷ്ഠിരൻ്റെ രാജതന്ത്രമായിരുന്നു. അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ, ആദ്യം ചെന്ന് അനുഗ്രഹം മേടിക്കാനായിട്ട് പോയപ്പോൾ യുധിഷ്ഠിരൻ ഭീഷ്മരുടെ കയ്യിൽ നിന്നൊരു അനുഗ്രഹം, ഒരു എഗ്രിമെൻ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ പോരാട്ടത്തിൽ നിനക്ക് ഞാൻ അഡ്വൈസ് തരാം, നിന്നെ ഞാൻ ഉപദേശിക്കാം. പക്ഷേ ഞാൻ നിൻ്റെ പക്ഷത്തു നിന്ന് പോരാടത്തില്ല. ഞാൻ ദുര്യോധനന് വേണ്ടി മാത്രമേ പോരാടുകയുള്ളൂ. നിനക്ക് ജയിക്കാനുള്ള അഡ്വൈസസ് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യുധിഷ്ഠിരൻ ഓർത്തെടുത്ത് പറഞ്ഞിട്ട് കൃഷ്ണനോട് പറഞ്ഞു, മാധവ, നമുക്കെല്ലാവർക്കും കൂടെ പിതാമഹൻ്റെ ശിബിരത്തിലേക്ക് പോവാം, എന്നിട്ടിത് പറയാം. അദ്ദേഹം എനിക്ക് വാക്ക് തന്നതാ, അത് അദ്ദേഹം പിൻവലിക്കത്തില്ല എന്ന് പറഞ്ഞു. ധർമ്മപുത്രരുടെ രാജതന്ത്രമാണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഇവർ 6 പേര്, പഞ്ചപാണ്ഡവന്മാരും കൃഷ്ണനും, പടക്കോപ്പുകളെല്ലാം ഊരി വെച്ച് പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സിങ്ങിൽ ഭീഷ്മരുടെ ശിബിരത്തിലേക്ക് പോയി. ഭീഷ്മരുടെ ശിബിരത്തിലേക്ക് പോയിട്ട് ഭീഷ്മരെ ചെന്ന് കണ്ട് പ്രണാമം പിതാമഹ എന്ന് പറഞ്ഞു. കൂടെ മഹാമയനായ ഭീഷ്മർക്ക് പ്രണാമം എന്നൊരു ശബ്ദവും. ആരാണ്? ശ്രീകൃഷ്ണസ്വാമി. ഉടനെ തന്നെ ഭീഷ്മർ അവിടെ നിന്നിങ്ങനെ ഇവരെ പൊങ്ങി നോക്കിയപ്പോൾ സന്തോഷത്തിൽ, എൻ്റെ പേരക്കുട്ടികളും കൃഷ്ണനും. ഉടനെ ഭീഷ്മർ എണീച്ചിട്ട്, വാസുദേവ കയറി വന്നാലും, മോനെ യുധിഷ്ഠിര, ഭീമ, അർജുന, നകുല, സഹദേവ, ബാ മക്കളെ എന്ന്. ഈ സമയത്ത് മിക്കവാറും പാണ്ഡവരുടെ ഇടയിൽ ഒരു തവണയെങ്കിലും ചിന്തിച്ചു കാണും, സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും മുമ്പ് ഈ പുള്ളിക്കാരൻ തന്നെയല്ലേ നമ്മളെ ചവിട്ടി കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് സ്നേഹം വന്ന കാരണം അവിടെ ഭീഷ്മർക്ക് സ്നേഹം മാത്രമാണ്, ചെറുമക്കളെ കണ്ട സ്നേഹം. മഹാനായ പിതാമഹ, അങ്ങൊരു മഹായോദ്ധാവ് തന്നെ. അങ്ങുള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെങ്ങനെ ജയിക്കും? നമ്മളെങ്ങനെ രാജ്യം വീണ്ടെടുക്കും പിതാമഹ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ, അങ്ങ് തന്നെ പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഭീഷ്മർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ യുധിഷ്ഠിര, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഭീഷ്മർ ജീവനോടെ ഉള്ളിടത്തോളം കാലം പാണ്ഡവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകത്തില്ല. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം പാണ്ഡവരെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഭീഷ്മരെ വീഴ്ത്തു. ഭീഷ്മരെ വീഴ്ത്തിക്കഴിഞ്ഞാൽ കൗരവരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരാജയപ്പെടുത്താൻ പറ്റും. പക്ഷേ ഭീഷ്മരുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഭീഷ്മരെ ആക്രമിച്ചാലും അസ്ത്രമെയ്താലും പ്രഹരിക്കുവാനായിട്ടുള്ള പൂർണ്ണ അനുവാദം ഞാൻ നൽകിയിരിക്കുന്നു. ഉടനെ പാണ്ഡവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങയെ പ്രഹരിക്കണമെങ്കിലും അങ്ങയുടെ പെർമിഷൻ വേണം. പക്ഷെ അങ്ങയെ നമ്മൾ എങ്ങനെ വീഴ്ത്തും? അങ്ങ് തന്നെ അത് പറക്കുക, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഭീഷ്മർ ഒരു മുഴുനീളം ഡയലോഗ് പറയുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലൊരു മഹായോദ്ധാവുണ്ടല്ലോ, നല്ല പോരാട്ടത്തിൽ ഗംഭീര വീര്യം കാണിക്കുന്ന, പോരാട്ടത്തിൽ ഗംഭീരമായി പോരാടുന്ന, ഉഗ്രമായി പോരാടാൻ കഴിയുന്ന ഒരു യോദ്ധാവ്, ശിഖണ്ഡി. ആദ്യം അതൊരു പെൺകുട്ടിയല്ലായിരുന്നു, എന്നിട്ടല്ലേ പുരുഷരായി മാറിയത്. ആ ഒരു യോദ്ധാവിൻ്റെ മുന്നിൽ വന്ന് നിന്നാലും ഞാൻ ആയുധമെടുക്കത്തില്ല. ആയുധമുള്ളപ്പോൾ ഭീഷ്മരെ വീഴ്ത്താൻ ദൈത്യന്മാർക്കോ ദാനവന്മാർക്കോ ദേവന്മാർക്കോ ദേവേന്ദ്രനോ പോലും സാധിക്കത്തില്ല. അതുകൊണ്ട് ശിഖണ്ഡിയെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ ഞാൻ ആയുധമെടുക്കത്തില്ല. എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്രേഷ്ഠരായിട്ടുള്ള മഹാരഥികൾ തന്നെ ഭീഷ്മരെ അസ്ത്രം ചെയ്യണം. അർജുനനെ അവിടെ നിർത്ത്.
അർജുനൻ അസ്ത്രമെയ്യട്ടെ, അവൻ ചട്ടയൊക്കെ കെട്ടി തയ്യാറായി നിന്ന് ഞാനുമായിട്ട് പോരാടട്ടെ. അവൻ്റെ മുന്നിൽ ശിഖണ്ഡിയെ കൊണ്ടു നിർത്തിയാൽ ഞാൻ ആയുധം പരിത്യജിക്കാം. എന്നിട്ട് കിട്ടുന്ന ഗ്യാപ്പിൽ അർജുനൻ അസ്ത്രങ്ങൾ എയ്ത് ഭീഷ്മരെ വീഴ്ത്തിയിരിക്കണം. ക്ഷണനേരമേ സമയമുണ്ടാവുകയുള്ളൂ. ശിഖണ്ഡി എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ എൻ്റെ ശസ്ത്രം പരിത്യജിക്കാം. ആ സമയത്ത് അർജുന, ഭീഷ്മരെ നിനക്ക് വീഴ്ത്താൻ സാധിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ചുക്കുമെന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഭീഷ്മർ പറഞ്ഞു. എന്നിട്ട് ഭീഷ്മർ എല്ലാവരോടും അനുഗ്രഹിച്ചിട്ട്, ഇതാണ് ഉപായം, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, അതിനുള്ള അനുവാദമുണ്ട് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. മാധവ എന്നൊരു വിളി ഇപ്പോൾ വരും എന്ന് ശ്രീകൃഷ്ണസ്വാമി മനസ്സിൽ വിചാരിച്ച ആ സമയത്ത് തന്നെ വിളിച്ചു അർജുനൻ, മാധവ. കൃഷ്ണൻ തിരിഞ്ഞു നോക്കിയിട്ട്, എന്താ അർജുന? ഉടനെ തന്നെ അടുത്ത് നിന്നിട്ട് അർജുനൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, മാധവ, അതെൻ്റെ അപ്പൂപ്പനാണ്, കുരുശ്രേഷ്ഠനാണ്, ആചാര്യനാണ്, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹമായിട്ട് ഞാൻ എങ്ങനെ പോരാടും? ഒരിക്കൽ ഞാനിങ്ങനെ ഓടിക്കളിച്ചിട്ട് ഓടി വന്ന് പിതാമഹൻ്റെ മടി കയറി ഇരുന്നിട്ട് അദ്ദേഹത്തെ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് പിതാമഹൻ എന്നോട് പറഞ്ഞു, പുത്ര, ഞാൻ നിൻ്റെ അച്ഛനല്ല, ഞാൻ നിൻ്റെ അച്ചാച്ചനാണെന്ന്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോരാടും മാധവ? അല്ലെങ്കിൽ ഞാൻ പിതാമഹനുമായി പോരാടാം. ഈ അർജുനനെ പിതാമഹൻ വധിച്ചോട്ടെ. അദ്ദേഹത്തിനെ വധിച്ചിട്ട് കിട്ടുന്ന വിജയമാണോ വലുത്, അതോ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഈ അർജുനൻ വീഴുന്നതാണോ നല്ലത്? കൃഷ്ണൻ ആ സമയത്ത് അർജുനൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, അർജുന, നീ ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയ ധർമ്മം എന്തെന്ന് എപ്പോഴും ഓർക്കണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഭീഷ്മർ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിനക്ക് കൗരവരെ വീഴ്ത്താൻ കഴിയത്തില്ല. ഭീഷ്മരെ വീഴ്ത്താൻ നിന്നെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ, വേറെ ആരെക്കൊണ്ടും പറ്റത്തുമില്ല. നീ അത് ചെയ്തേ പറ്റുള്ളൂ. പണ്ട് ദേവഗുരുവായ ബൃഹസ്പതി ഇന്ദ്രദേവനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എത്ര ഗുണവാനാണെങ്കിലും വധിക്കുവാനായി എതിർക്കുന്നവനെ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, വധിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് പോരാടൂ അർജുന എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ അർജുനൻ പറഞ്ഞു, ശിഖണ്ഡി ഭീഷ്മ പിതാമഹൻ്റെ മൃത്യുവാണെന്നുള്ളത് കാലം നിശ്ചയിച്ച ഒന്ന് തന്നെയാണ്, അതാർക്കും മാറ്റാൻ കഴിയത്തില്ല. അതുമാത്രമല്ല, ഈ പോരാട്ടത്തിൽ ശിഖണ്ഡി വരുന്ന സമയത്ത് ഭീഷ്മപിതാമഹൻ പിന്മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹവും പറഞ്ഞത് കേട്ടില്ലേ? അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. മറ്റുള്ള യോദ്ധാക്കളെയെല്ലാം ഞാൻ തടഞ്ഞു നിർത്താം. ശിഖണ്ഡി ഭീഷ്മരുമായി പോരാടട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാം മാധവ എന്ന് പറഞ്ഞ് അർജുനനും കൃഷ്ണനും പാണ്ഡവരും ഭീഷ്മരെ ഒന്നുകൂടെ വണങ്ങിയിട്ട് അവരുടെ ശിബിരങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇതാണ് 9ാം ദിവസത്തിലെ സംഭവ വികാസങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ